നിവാസികൾക്കായി കുവൈത്തും ഖത്തറും ധനസമാഹരണം തുടങ്ങി. കുവൈത്തിലെ ധനസമാഹരണം 2 ആഴ്ച കൊണ്ട് പൂർത്തിയാക്കും. അലപ്പോയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ആഘോഷങ്ങളില്ലാതെ ഖത്തറിൽ നാളെ ദേശീയ ദിനാചരണം. വിദേശ തൊഴിലാളികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളിൽ സൗദി വ്യവസായ മന്ത്രാലയത്തിന്റെ സൂക്ഷ്മ പരിശോധന. വ്യാജ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ 23 ഇന്ത്യക്കാരെ പിഴയിട്ട് നാടുകടത്തി. 6 മാസത്തിനിടെ പിടികൂടിയത് 140 വ്യാജ സർട്ടിഫിക്കറ്റുകൾ. ഖത്തറിലേക്ക് തൊഴിൽ തേടിയെത്തുന്ന വിദേശികൾക്ക് രേഖകൾ സ്വന്തം രാജ്യങ്ങളിൽ പരിശോധിക്കാൻ നടപടിയാകുന്നു. സ്വിറ്റ്സർലൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് രേഖകൾ പരിശോധിക്കാൻ ചുമതല. നടപടി കഫാല സമ്പ്രദായം ഒഴിവാക്കിയതിന് പിന്നാലെ. ഖത്തറിൽ നാളെ ആഘോഷങ്ങളില്ലാത്ത ദേശീയ ദിനം. ദേശീയ ദിനത്തോടനുബന്ധമായി ഒരുക്കിയ ദർസായിൽ സിറിയയിലെ അലപ്പോയ്ക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കും. ദേശീയ ദിന ആഘോഷ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ വിപുലമായ തോതിലുള്ള ധനശേഖരമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. സിറിയൻ ജനതയുടെ ദുരിതത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അമീർ ഷൈഖ് തമീം ബിൻ ഹമദ് അൽധാനി ദേശീയ ദിനാഘോഷം പൂർണ്ണമായി മാറ്റിവെച്ചതായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറകെയാണ് ആഘോഷ കമ്മിറ്റി സിറിയൻ ജനതയ്ക്ക് ആശ്വാസം നൽകുന്നതിനു വേണ്ടി ധനശേഖരണം നടത്താൻ തീരുമാനിച്ചത്. വ്യാജ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ 23 ഇന്ത്യക്കാരെ സൗദി അറേബ്യയിൽ നിന്നും നാടുകടത്തി. സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ നിർദ്ദേശപ്രകാരം പിഴ ചുമത്തിയാണ് നടപടി സ്വീകരിച്ചത്. വിദേശ തൊഴിലാളികളുടെ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ വ്യവസായ മന്ത്രാലയം സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ തുടങ്ങിയതോടെ ഈ മേഖലയിലുള്ള നിരവധി പേർക്ക് ജോലി നഷ്ടമായിട്ടുണ്ട്. സൗദി കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 6 മാസങ്ങളിൽ നടന്ന പരിശോധനയിൽ 140 വ്യാജ എഞ്ചിനീയറിംഗ് സർട്ടിഫിക്കറ്റുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 23 ഇന്ത്യക്കാരുടേതാണ്. ഭൂരിപക്ഷവും വൻകിട വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടേതാണ്. വ്യവസായ മന്ത്രാലയവും ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സർട്ടിഫിക്കറ്റുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി വ്യാജമെന്ന് കണ്ടെത്തിയവരെ നാടുകടത്തുകയാണ്. വ്യാജ അറ്റസ്റ്റേഷൻ നടത്തിയതിന്റെ പേരിലും പലർക്കും ജോലി നഷ്ടമായിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും കേരളത്തിന് പുറത്ത് ഹൈദരാബാദ്, പൂനെ, ചെന്നൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ്. വ്യാജ സർട്ടിഫിക്കറ്റുമായി പിടിക്കപ്പെടുന്നവർക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി വിചാരണ ചെയ്യണമെന്ന് ഇതിനകം കൗൺസിൽ ഓഫ് എഞ്ചിനീയേഴ്സ് സർക്കാരിന് ശുപാർശ നൽകിയിട്ടുണ്ട്. ഏതു ജോലിക്കാണോ സൗദിയിലേക്ക് വരുന്നത് അതിനുള്ള യോഗ്യതാ പരീക്ഷ നടപ്പിലാക്കണമെന്നും ഷൂറ കൗൺസിൽ തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ക്രിമിനൽ കുറ്റമായി കണക്കാക്കിയാൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുമെന്നാണ് സാമൂഹ്യ പ്രവർത്തകർ പറയുന്നത്. അതുപോലെ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നവർക്കെതിരെയും കടുത്ത ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് കൗൺസിൽ ഓഫ് ചേംബേഴ്സ് തൊഴിൽ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുഹമ്മദ് ഷരീഫ്, മീഡിയ 1, ദമാം. ഖത്തറിലേക്ക് തൊഴിൽ തേടി വരുന്ന വിദേശികൾക്ക് മുഴുവൻ രേഖകളും അതത് രാജ്യങ്ങളിൽ നിന്ന് പൂർത്തീകരിക്കാൻ സംവിധാനമൊരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾക്കായി സ്വിറ്റ്സർലൻഡ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ചുമതല നൽകാൻ സാമൂഹികക്ഷേമ തൊഴിൽ വകുപ്പ് മന്ത്രാലയം തീരുമാനിച്ചു. കഫാല സംവിധാനം എടുത്തുമാറ്റി തൊഴിൽ കരാർ അടിസ്ഥാനത്തിലുള്ള പുതിയ നിയമം നടപ്പിലാക്കിയതോടെ ഖത്തറിൽ തൊഴിൽ തേടിയെത്തുന്ന വിദേശികളുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരുന്നു. സ്വന്തം രാജ്യങ്ങളിൽ വെച്ച് തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, സ്വഭാവ സർട്ടിഫിക്കറ്റ് പരിശോധന, മെഡിക്കൽ പരിശോധന, തൊഴിൽ കരാറിൽ ഒപ്പുവെക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനമാണ് നിലവിൽ വരുന്നത്. ഇതിനായി രാജ്യത്തെ തൊഴിലാളികളുടെ വരവും പോക്കുമടക്കമുള്ള നടപടികളുടെ രേഖകൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചുമതല സ്വിറ്റ്സർലൻഡ് കമ്പനിക്ക് നൽകാനാണ് തൊഴിൽ സാമൂഹികകാര്യ മന്ത്രാലയം തീരുമാനിച്ചത്. കമ്പനി ഉടൻ തന്നെ ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ തങ്ങളുടെ ഓഫീസുകൾ തുറക്കും. ഖത്തറിലേക്ക് തൊഴിൽ വിസ എടുത്ത് വരുന്നവർക്കായുള്ള അനുബന്ധ കാര്യങ്ങൾ ഈ ഓഫീസുകൾ വഴിയാണ് പൂർത്തീകരിക്കുക. ഇത് സംബന്ധമായ നിർദ്ദേശങ്ങൾ കമ്പനി അധികൃതർക്ക് ഇതിനകം തന്നെ നൽകിക്കഴിഞ്ഞതായി പ്രാദേശിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഗവൺമെന്റുമായി പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് ഈ കമ്പനിയായിരിക്കും മേലിൽ തൊഴിൽ വിസ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിക്കുക. ഖത്തറിലെ തൊഴിലാളികളുടെ മുഴുവൻ അവകാശങ്ങളും സംരക്ഷിക്കാൻ പുതിയ സംവിധാനം സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രാലയം. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. സൗദിയിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന് ടാക്സ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചൊവ്വാഴ്ച ചേരുന്ന ഷൂറ കൗൺസിൽ ചർച്ച ചെയ്യുമെന്ന് ജനറൽ കൺട്രോൾ മേധാവി ഹുസാം അൽ അൻഖരി പറഞ്ഞു. വിദേശത്തേക്കുള്ള പണമൊഴുക്ക് ക്രമാതീതമായി വർദ്ധിച്ച സാഹചര്യത്തിലാണ് 5 വർഷം മുൻപ് തള്ളപ്പെട്ട നിർദ്ദേശം ഷൂറ കൗൺസിൽ വീണ്ടും പരിഗണിക്കുന്നത്. വിദേശ ജോലിക്കാർ വർഷത്തിൽ നാട്ടിലേക്ക് അയക്കുന്ന സംഖ്യയുടെ 6% ടാക്സ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ് ഷൂറ കൗൺസിൽ ചർച്ച ചെയ്യുക. ചർച്ചയ്ക്ക് ശേഷം അതേ ദിവസം വോട്ടിനിടുന്ന നിർദ്ദേശത്തിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ടാക്സിന്റെ പ്രായോഗിക നടപടികളുടെ പഠനത്തിന് ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറും. അതേസമയം 5 വർഷം പിന്നിടുന്ന തൊഴിലാളികളുടെ മണി ട്രാൻസാക്ഷൻ ടാക്സ് 6% നിന്ന് 2% കുറയ്ക്കണമെന്നും ഷൂറയിലെ സാമ്പത്തിക സമിതി നിർദ്ദേശിച്ചു. വിദേശികൾ തങ്ങളുടെ വരുമാനം സൗദിയിൽ തന്നെ ചെലവഴിക്കാൻ പ്രോത്സാഹിപ്പിക്കുക, വിദേശ ട്രാൻസ്ഫറിന്റെ തോത് കുറയ്ക്കുക, അനധികൃതമായി പണം സമ്പാദിക്കുന്നത് തടയുക എന്നിവ ടാക്സ് ഏർപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യമാണ്. 5 വർഷം മുമ്പ് ഷൂറയുടെ മുന്നിൽ വന്ന നിർദ്ദേശം വോട്ടിനിട്ടപ്പോൾ 45-നെതിരെ 70 വോട്ടുകൾക്ക് തള്ളപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കാലയളവിൽ വിദേശത്തേക്ക് പണമയക്കുന്നതിന്റെ തോത് ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു.
10 വർഷം മുമ്പ് 57 ബില്യൺ റിയാൽ വിദേശത്തേക്ക് അയച്ചപ്പോൾ കഴിഞ്ഞ വർഷം ഇത് 135 ബില്യനായി ഉയർന്നിട്ടുണ്ട്. ടാക്സ് ഏർപ്പെടുത്തുകയാണെങ്കിൽ ടാക്സ് വെട്ടിപ്പ് നടത്തുന്നവർക്കും അതിന് വിദേശികളെ സഹായിക്കുന്ന സ്വദേശികൾക്കും കടുത്ത പിഴയും ശിക്ഷയും നൽകുന്നതിനുള്ള നിയമനിർമ്മാണവും നടത്തുമെന്നും ശൂറ കൗൺസിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. അസ്കർ പുളിയിൽ, മീഡിയ 1, റിയാദ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി കമ്പനികളിലൊന്നായ സൗദി അരാംകോ ഇന്ത്യ ഉൾപ്പെടുന്ന ഏഷ്യൻ രാജ്യങ്ങൾക്ക് എണ്ണ നൽകുന്ന എണ്ണക്കോട്ടയിൽ ജനുവരി മുതൽ കുറവ് വരുത്തുമെന്ന് കമ്പനി വൃത്തങ്ങൾ വ്യക്തമാക്കി. ഒപെക് രാജ്യങ്ങൾ ഉൽപ്പാദനം നിയന്ത്രിക്കാൻ തീരുമാനിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഏഷ്യ, യൂറോപ്പ്, അമേരിക്ക എന്നീ പ്രദേശങ്ങളിലേക്ക് എണ്ണ നൽകുന്നതിൽ അരാംകോ ആനുപാതികമായ കുറവ് വരുത്തുന്നത്. 5 മുതൽ 10% വരെയാണ് അരാംകോ എണ്ണ വിതരണത്തിൽ കുറവ് വരുത്തുക. ഇതിൽ അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവയുടെ വിഹിതത്തിൽ 10% വരെ കുറവുണ്ടാകും. ഏഷ്യൻ രാജ്യങ്ങൾക്ക് 5% കുറക്കുക. ഉൽപ്പാദന നിയന്ത്രണത്തിന്റെ ഭാഗമായി ജനുവരി മുതൽ വിതരണത്തിൽ കുറവ് വരുത്താൻ തങ്ങൾ നിർബന്ധിതരാണെന്ന് അരാംകോ വിദേശ രാജ്യങ്ങളെ ഔദ്യോഗികമായി അറിയിച്ചതായി റോട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. നവംബർ 30 വിയന്നയിൽ ചേർന്ന ഒപെക് ഉച്ചകോടിയിലാണ് എണ്ണ കയറ്റുമതി രാജ്യങ്ങൾ ഉൽപ്പാദനം കുറയ്ക്കാൻ തീരുമാനിച്ചത്. 2008 ശേഷം ആദ്യമായി പ്രാബല്യത്തിൽ വരുന്ന എണ്ണ ഉൽപ്പാദന നിയന്ത്രണത്തിലൂടെ വിലയിടിവ് പിടിച്ചു നിർത്താനാവുമെന്നാണ് സൗദി ഉൾപ്പെടെയുള്ള ഒപെക് അംഗരാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഒപെക്കിനു പുറമെ റഷ്യ പോലുള്ള പ്രമുഖ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും തങ്ങളുടെ കോട്ട വെട്ടിച്ചിരിക്കുന്നതിൽ യോജിച്ചിട്ടുണ്ട്. വിപണിയിൽ നേരിയ വിലവർദ്ധനവ് അനുഭവപ്പെടാനും വിയന്ന ഒപെക് ഉച്ചകോടി തീരുമാനം കാരണമായിരുന്നു. എണ്ണ കയറ്റുമതി കുറയ്ക്കാനുള്ള അരാംകോ തീരുമാനം സൗദി അറേബ്യയ്ക്ക് ഗുണം ചെയ്യുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെ ഇറക്കുമതി രാജ്യങ്ങളിൽ അത് വിലവർദ്ധനവിന് കാരണമാകും. പ്രതിദിന ആവശ്യത്തിന്റെ 80% എണ്ണയാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. ഇതിൽ 20% സൗദിയിൽ നിന്നാണ് ഇറക്കുമതി. മീഡിയ 1, ജിദ്ദ. 2015 UAE വിദേശ നാടുകളിൽ 3234 കോടി ദിർഹത്തിന്റെ സഹായം ലഭ്യമാക്കിയതായി വിദേശകാര്യ അന്താരാഷ്ട്ര മന്ത്രാലയം വ്യക്തമാക്കി. 2015 UAEയുടെ വിദേശ സഹായം എന്ന പേരിൽ മന്ത്രാലയം ശനിയാഴ്ച പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. സുഹൃത്ത് രാജ്യങ്ങളിൽ ജീവകാരുണ്യ വികസന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെച്ച സഹായധനത്തിന്റെ കണക്കാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ അന്താരാഷ്ട്ര സമാധാനം വർദ്ധിപ്പിക്കാൻ ഇത്തരം സഹായങ്ങൾ വളരെയധികം ഉപകരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന UAE വർഗം, വംശം, ഭാഷ, മതം തുടങ്ങിയ വിവേചനമില്ലാതെ വിവിധ രാജ്യങ്ങളിലെ ജീവകാരുണ്യ വികസന പ്രവർത്തനങ്ങൾക്കുള്ള സഹായ ഫണ്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സഹായം ലഭ്യമാക്കൽ മാനുഷിക കടമയും അറബ് ഇസ്ലാമിക മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട UAEയുടെ നയങ്ങളിൽ അധിഷ്ഠിതമായതും UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ നഹ്യാൻ സ്വീകരിച്ച സമീപനവുമാണെന്ന് വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാന്റെ റിപ്പോർട്ടിൽ പറയുന്നു. വികസനം, ജീവകാരുണ്യം, ദാനധർമ്മം എന്നിങ്ങനെ 3 മുഖ്യ വിഭാഗങ്ങളിലായാണ് വിദേശ രാജ്യങ്ങളിലേക്കുള്ള സഹായം തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ വികസനത്തിനാണ് കൂടുതൽ പണം നൽകിയിരിക്കുന്നത്. മൊത്തം ധനസഹായത്തിന്റെ 92% ഈ വിഭാഗത്തിലാണ്. 2014 1955 കോടി ദിർഹമായിരുന്നു ഈ ഇനത്തിൽ ചെലവഴിച്ചത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 216 കോടി ദിർഹവും ദാനധർമ്മങ്ങൾക്കായി 42.91 കോടി ദിർഹവും നൽകി. 2015 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് കൂടുതൽ ചെലവഴിച്ചത് സിറിയ, യമൻ, ഇറാഖ് സംഘർഷങ്ങളിൽ അഭയാർത്ഥികളാക്കപ്പെട്ടവർക്ക് വേണ്ടിയായിരുന്നു. സഹായധനത്തിൽ ഏറിയ പങ്കും UAE സർക്കാരിന്റേതാണ്. മൊത്തം തുകയുടെ 86.1% സർക്കാരാണ് എടുത്തത്. അബുദാബി വികസന ഫണ്ട്, ഖലീഫ ബിൻ സായിദ് ആൽ നഹ്യാൻ ഫൗണ്ടേഷൻ, എമിറേറ്റ് റെഡ് ക്രസന്റ് എന്നിവയാണ് ബാക്കി ഫണ്ടുകൾ സമാഹരിച്ചത്. മീഡിയ 1, ദുബായ്. ഗൾഫ് മാധ്യമത്തിന്റെ മഴനിലാവ് പരിപാടി ആസ്വാദകർക്ക് പുതിയ അനുഭവമായി. ഗൾഫ് മാധ്യമം ആരംഭിക്കുന്ന സമ്പൂർണ്ണ പ്രവാസി വെബ് പോർട്ടലിന്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. പോർട്ടൽ പുതുവത്സര ദിനത്തിൽ നിലവിൽ വരും. മഴയുടെ കുളിരണിഞ്ഞ പാട്ടുകൾ പുതിയ രീതിയിൽ കോർത്തിണക്കിയാണ് ഗൾഫ് മാധ്യമം സംഗീതപ്രേമികൾക്ക് മരുഭൂമിയിൽ നനവുള്ള രാവൊരുക്കിയത്. നടി ആശാ ശരത്ത്, സ്റ്റീഫൻ ദേവസി എന്നിവർ അവതാരകരായി വേദിയിലെത്തി. മഴഗാനങ്ങളുമായി പ്രിയ ഗായകർ വിധു പ്രതാപ്, രൂപ രേവതി, സുമി അരവിന്ദ്, നിഷാദ്, സിത്താര, സച്ചിൻ വാര്യർ എന്നിവർ വേദി കീഴടക്കി. ഗൾഫ് മാധ്യമത്തിന്റെ സമ്പൂർണ്ണ പ്രവാസി പോർട്ടലിന്റെ പ്രഖ്യാപനം UAE എക്സ്ചേഞ്ച് ചെയർമാൻ BR ഷെട്ടി നിർവഹിച്ചു. അക്ഷരവീട് പദ്ധതിയുടെ ഗൾഫ് ലോഗോ പ്രകാശനം എമിറേറ്റ്സ് റെഡ് ക്രസന്റ് ഡയറക്ടർ മുഹമ്മദ് അബ്ദുള്ള അൽ സറൂനി നിർവഹിച്ചു. IBPC സെക്രട്ടറി ജനറൽ ജെയിംസ് മാത്യു, ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ ഹംസ അബ്ബാസ്, റെസിഡന്റ് എഡിറ്റർ PI നൌഷാദ് തുടങ്ങിയവരും സംബന്ധിച്ചു. മീഡിയ 1, ദുബായ്.
മോദി സർക്കാരിന്റെ നോട്ട് നിരോധത്തെ പരിഹസിച്ച് പ്രവാസി വ്യവസായി BR ഷെട്ടി നിക്ഷേപിക്കാതെ സൂക്ഷിക്കുന്ന പണം ഉപകാരമില്ലാത്തതാണ്. നോട്ട് നിരോധത്തിൽ നഷ്ടപ്പെട്ടതും നിക്ഷേപിക്കാതെ സൂക്ഷിച്ച പണമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗൾഫ് മാധ്യമത്തിന്റെ പ്രവാസി പോർട്ടൽ പ്രഖ്യാപനത്തിനിടെയാണ് ഷെട്ടിയുടെ പരാമർശം. Money has no value if you don't invest properly. If you keep in the bank, it will go. You keep in the box, it will go. See the demonetization in India, all gone. So what we have invest what you give the people is yours. What you hide and keep, that's for somebody else. My dear friends, again I thank everybody. TP അഷ്റഫ് അലിയെ MSF ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സംഘടനയുടെ ദേശീയ കമ്മിറ്റിയും നിലവിൽ വന്നു. പാലക്കാട് MSFന്റെ പ്രഥമ ദേശീയ പ്രതിനിധി സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. 18 സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ലേറെ പേർ MSF ദേശീയ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുത്തു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ഖാദർ മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്ത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ BJPയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം നടത്തുന്ന ഗൂഢനീക്കങ്ങളെ പ്രതിരോധിക്കാൻ MSF ശ്രമിക്കുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ട്രഷറർ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. MSF ദേശീയ തലത്തിൽ നിലവിൽ വന്ന മാതൃകയിൽ യൂത്ത് ലീഗിനും ദേശീയ കമ്മിറ്റി നിലവിൽ വരുമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. So we are forming MSF in this hall in the present day contest, whoever may be the leaders to lead that. But definitely, as Qadar Moideen Sahib said, the committee will have all sorts of support from Kerala, from Tangal, from all of us. We will support that committee. തമിഴ്നാട്ടിൽ നിന്നുള്ള മുഹമ്മദ് അർഷദാണ് MSF ദേശീയ ജനറൽ സെക്രട്ടറി. കർണാടകയിൽ നിന്നുള്ള നൌഷാദ് മലറിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്നുള്ള ഫാത്തിമ തഹ്ലിയ വൈസ് പ്രസിഡന്റാണ്. മീഡിയ 1 പാലക്കാട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ UAE സന്ദർശനം ചരിത്ര സംഭവമാക്കി മാറ്റാൻ മുന്നൊരുക്കം ശക്തമായി. ദുബായിൽ 10,000 പേരെ പങ്കെടുപ്പിച്ച് പിണറായിക്ക് സ്വീകരണമൊരുക്കുമെന്ന് സംഘാടകർ ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ പിണറായി വിജയൻ ഇതാദ്യമായി ഗൾഫിലെത്തുമ്പോൾ വിഭാഗീയതകളൊക്കെയും മാറ്റിവെച്ച് വിപുലമായ സ്വീകരണ സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത്. ദുബൈയിൽ ഈ മാസം 23-ന് വൈകിട്ട് നടക്കുന്ന സ്വീകരണ സമ്മേളനം വൻ വിജയമാക്കാൻ എല്ലാ സംഘടനാ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി കമ്മിറ്റിക്ക് രൂപം നൽകി. UAEയിലെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും ചടങ്ങിന് ആളുകളെ എത്തിക്കാൻ പ്രവർത്തനം ആരംഭിച്ചതായി സ്വാഗത സംഘം ഭാരവാഹികളായ K കൊച്ചുകൃഷ്ണൻ, KL ഗോപി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 22-നാണ് പിണറായി വിജയൻ ദുബൈയിലെത്തുന്നത്. ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മിയെ കാണുന്ന പിണറായി വിജയൻ കാലിക്കറ്റ് സർവകലാശാലയുടെ ഡീലിറ്റ് സ്വീകരിക്കാൻ അദ്ദേഹത്തെ കേരളത്തിലേക്ക് ക്ഷണിക്കും. അന്നേ ദിവസം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ സ്കൂളിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം പിണറായി വിജയൻ നിർവഹിക്കും. ദുബൈ എമിറേറ്റ്സ് ടവറിൽ ബിസിനസ് പ്രമുഖരുമായി അദ്ദേഹം ചർച്ച നടത്തും. ദുബൈയിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സ്മാർട്ട് സിറ്റി സാരഥികളെയും അദ്ദേഹം കാണുമെന്നാണ് സൂചന. പ്രവാസികളുടെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടതു സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന പദ്ധതികൾ സംബന്ധിച്ച് UAE സന്ദർശന വേളയിൽ പിണറായി വിജയൻ സുപ്രധാന പ്രഖ്യാപനവും നടത്തിയേക്കും. മീഡിയ 1 ദുബൈ. ബഹ്റൈൻ ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച റാലിയും പൊതുസമ്മേളനവും ശ്രദ്ധേയമായി. സ്വദേശി പ്രമുഖരടക്കം നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. ക്യാപിറ്റൽ ചാരിറ്റി അസോസിയേഷൻ, യൂത്ത് ഇന്ത്യ എന്നിവയുടെ സഹകരണത്തോടെ ബഹ്റൈൻ ദേശീയ ദിനത്തിൽ ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച റാലിയിലും സമ്മേളനത്തിലും ബഹ്റൈൻ പാർലമെന്റ് അംഗങ്ങളും സാമൂഹിക സാംസ്കാരിക മേഖലയിലെ ഉന്നത വ്യക്തിത്വങ്ങളും പങ്കെടുത്തു. വർണ്ണശബളമായ റാലിയിൽ വനിതകളും കുട്ടികളും അടക്കമുള്ളവർ അണിചേർന്നു. ബാൻഡ് വാദ്യം, കോൽക്കളി, ഒപ്പന തുടങ്ങിയവയോടൊപ്പം ബഹ്റൈൻ പതാകകളും തോരണങ്ങളും കയ്യിലേന്തിയായിരുന്നു റാലി. തുടർന്ന് ബഹ്റൈൻ ദേശീയ ഗാനാലാപനത്തോടെ ആരംഭിച്ച പൊതുസമ്മേളനം പാർലമെന്റ് അംഗം അലി ഇസ ബൂ ഫർസാൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് അംഗം അഹമ്മദ് അബ്ദുൽ വാഹിദ് കൊറാത്ത, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ പ്രിൻസ് നടരാജൻ, ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള തുടങ്ങി നിരവധി പ്രമുഖർ സന്നിഹിതരായിരുന്നു. ഫ്രണ്ട്സ് പ്രസിഡന്റ് ജമാൽ നദ്വി ഇരിങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രസിഡന്റ് സയ്യിദ് റമദാൻ നദ്വി സ്വാഗതം ആശംസിക്കുകയും പ്രോഗ്രാം ജനറൽ കൺവീനർ VK അനീസ് നന്ദി പറയുകയും ചെയ്തു. സിറാജ് പള്ളിക്കര, മീഡിയ 1 ബഹ്റൈൻ. കോഴിക്കോട് സ്വദേശി ഖത്തറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. കൊയിലാണ്ടി തിക്കോടി പള്ളിക്കര സ്വദേശി ചെരുവാളൂർ വീട്ടിൽ ബഷീറാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. ദോഹ മുറയിലെ അൽമിറ ജീവനക്കാരനായിരുന്നു. പരേതരായ മൊയ്തീനും ആയിഷയുമാണ് മാതാപിതാക്കൾ. ഭാര്യ കുഞ്ഞാമി, മക്കൾ ഷഹബാസ്, ഷമീന, ഷബില. ഹമദ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. ജിദ്ദയിലെ അബ്ദുൽ ലത്തീഫ് ജമീൽ കമ്പനി
ടോസ്റ്റ് മാസ്റ്റേഴ്സ് ക്ലബ്ബ് വാർഷിക മാസികയുടെ 7ാം പതിപ്പ് പുറത്തിറക്കി. കമ്പനി വൈസ് പ്രസിഡന്റും ക്ലബിന്റെ മുഖ്യ രക്ഷാധികാരിയുമായ ഫൈസൽ അബ്ദുള്ള പ്രകാശനം നിർവഹിച്ചു. ചീഫ് എഡിറ്റർ ഫാറൂഖ് ഹിദായത്തുള്ള മാസികയെ സദസ്സിന് പരിചയപ്പെടുത്തി. എഞ്ചിനീയർ ആശിർ ക്ലാസ് എടുത്തു. ക്ലബ്ബ് പ്രസിഡന്റ് അബു ചുള്ളിയോട് അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കുഞ്ഞി സ്വാഗതം പറഞ്ഞു. ഡയറക്ടർ ബഷീർ അമ്പലവൻ പരിപാടികൾ നിയന്ത്രിച്ചു. സേ ചീസ് എന്ന തലക്കെട്ടിൽ ഖത്തറിലെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ചീസ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഗറാഫ ലുലുവിൽ നടന്ന ചടങ്ങിൽ ഇന്റർനാഷണൽ ചീസ് ഫുഡ് ബ്ലോഗർ റേച്ചർ ആൻഡ് മോറിസ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഫെസ്റ്റിവലിൽ വിവിധ ഇനം പാൽക്കട്ടിയും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിഭവങ്ങളും പ്രദർശിപ്പിക്കും. ഈ മാസം 21 വരെയാണ് ഫെസ്റ്റിവൽ കാലാവധി. ദുബായ് ഷോപ്പിംഗ് മേളയ്ക്ക് ഈ മാസം 26-ന് കൊടിയുയരും. 34 ദിവസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് മേളയുടെ ഭാഗമായി ഒട്ടേറെ വിനോദ പരിപാടികളും അരങ്ങേറും. തുടർച്ചയായ 22ാം വർഷമാണ് ദുബായ് നഗരം ഷോപ്പിംഗ് മേളയ്ക്ക് വേദിയാകുന്നത്. റീറ്റെയിൽ വ്യാപാര രംഗത്ത് കൂടുതൽ ഉണർവ് പകരാൻ മേള വഴിയൊരുക്കുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ദുബായ് ജ്വല്ലറി ഗ്രൂപ്പിന് കീഴിൽ വിപുലമായ പ്രൊമോഷൻ പദ്ധതികളാണ് DSF-ന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ MM അക്ബറിന്റെ പ്രഭാഷണം വെള്ളിയാഴ്ച രാത്രി 8:30-ന് ദുബായ് ഗവാനീജിലുള്ള സായിദ് ബിൻ മുഹമ്മദ് ഫാമിലി ഗാത്രിംഗിൽ നടക്കും. പരിപാടിയിലേക്ക് വൈകുന്നേരം 7:30 മുതൽ റാഷിദിയ ഇത്തിസലാത്ത് മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് സൗജന്യ ഷട്ടിൽ ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. ഇതോടെ മിനി സ്റ്റോറിയുടെ പൂർണ്ണമാകുന്നു. ഇനി സ്പെഷ്യൽ എഡിഷൻ പുനഃസംപ്രേഷണം കാണാൻ. ഗുഡ് നൈറ്റ്.